ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സഞ്ചാരി ട്രാവൽ ആൻഡ് ഫുഡ്സ് ഫ്ലോർ. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു സൈക്കിളിൻ്റെ റിവ്യൂ ചെയ്യാനാണ്. അത് വെറും സൈക്കിളല്ല, നമ്മളൊരു മോട്ടർ ഫിറ്റ് ചെയ്ത ഒരു എൻജിൻ ഫിറ്റ് ചെയ്ത സൈക്കിളിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഞാനിവിടെ അതിനുവേണ്ടി റാലി സൈക്കിൾ എന്നൊക്കെ പറഞ്ഞ ഒരു വണ്ടി സൈക്കിളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സൈക്കിള് ഇതിന്മേൽ ഞാൻ ചെയ്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനൊരു എഞ്ചിൻ കയറ്റിയിട്ടുണ്ട്. നമ്മൾ XL സൂപ്പറിൻ്റെ എഞ്ചിനാണ് ഞാൻ ഈ കയറ്റിയിട്ടുള്ളത്. XL സൂപ്പറിൻ്റെ എഞ്ചിന്, XL സൂപ്പറിൻ്റെ തന്നെ എണ്ണ ടാങ്കി ഞാൻ കയറ്റിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തന്നെയാണ് നമ്മൾ സൈലൻസറും കയറ്റിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെയാണ് നോക്കാം. നമ്മളതിന് വേണ്ടിയിട്ട് ചവിട്ടുന്ന പെടല ഒന്ന് വെട്ടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിലെ ചെയിൻ പോക്കറ്റ് ഇത് TVSൻ്റെ തന്നെയാണ്, TVS XL സൂപ്പറിൻ്റെ തന്നെയാണ്. അത് നമ്മൾ ഇതുമ്മേ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കും. ബാക്കത്തെ ഇതുമ്മേ ഹെബുമ്മേ നമ്മൾ വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ എൻജിൻ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റിൻ്റെ കഷ്ണം നമ്മൾ അതിന്മേ വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ സൈലൻസർ അതിൻ്റെ ഉള്ളിലൂടെ വെക്കാൻ കഴിയുന്ന രീതിയിൽ നമ്മളിവിടെ 2 ചെറിയ പട്ട കൊടുത്ത് വലിയൊരു പട്ട ഷീറ്റ് നമ്മൾ എന്ത് ചെയ്യണം, വെൽഡ് ചെയ്ത് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ലെയ്ത്ത് കൊണ്ടുപോയിട്ട് ചെയ്തത്. കാരണം അവിടുന്ന് അവർ തുളക്ക് തരാനും കാര്യങ്ങൾക്കൊക്കെ അതാണ് ബെറ്റർ. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്ത് അതെല്ലാം നമ്മൾ ലെയ്ത്തിൽ തന്നെ കൊണ്ടുപോയിട്ട് ചെയ്യിപ്പിച്ച്. ചില്ലറ പണി ഞാൻ സൈക്കിൾ ഷോപ്പിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട്. അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിയുന്ന പണികളൊക്കെ നമ്മൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കുന്നത്. നമുക്ക് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അത് അതിൻ്റെ വൃത്തിയിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്തത്. അതുപോലെ നമ്മൾ സൈലൻസർ തീയിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കരിയും പുകയെല്ലാം കൊണ്ട് കളഞ്ഞ് വൃത്തിയാക്കിയിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തത്. ഒരു വണ്ടി സൈക്കിൾ, ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിച്ച് അതിന് ശേഷം ഞാനിതാ കണ്ടില്ലേ, ഇതുപോലൊരു പട്ട ഞാൻ അടുപ്പിച്ച്. ക്യാമറയിൽ വ്യക്തമാണോ എന്നറിയില്ല. ഇതുപോലത്തെ ഒരു പട്ട ഞാൻ അടുപ്പിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്ത് അതിലാണ് ഞാൻ ഈ എൻജിൻ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. എൻജിൻ ഫിറ്റ് ചെയ്ത് പിന്നെ അതിലേക്കുള്ള സൈലൻസർ ഒന്ന് വളച്ചിട്ട് കൊടുത്ത്, പിന്നെ നമ്മളെ എയർ ഫിൽറ്ററിനാണ് ഞാൻ ഈ ചെയ്തിട്ടുള്ളത്. പിന്നെ XL സൂപ്പറിൻ്റെ തന്നെ ടാങ്കി ഞാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആക്സിലേറ്റർ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് ഫിറ്റ് ചെയ്തതാണ്. ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ ഹോണിൻ്റെ സ്വിച്ച് ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളെ ലൈറ്റിൻ്റെ സ്വിച്ചാണിത്. പിന്നെ ഒരു ചെറിയ LED ഹെഡ്ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഫോണും കൊടുത്തിട്ടുണ്ട്. നമ്മൾ സൈക്കിളിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ സാധാ ഒരു വണ്ടി സൈക്കിൾ തന്നെയാണ്. ഒരു സെക്കൻഡ് ഹാൻഡ് സൈക്കിൾ വാങ്ങിച്ചതാണ്, ഇതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ അതുപോലെ ചെയിൻ പോക്കറ്റും സാധനങ്ങളും കൂടെ പുതിയത് ഫ്രഷ് വാങ്ങിച്ചിട്ടതാണ്. നമുക്കിതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിത് വണ്ടി ഓടിച്ച് കൊണ്ടുപോകുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് ചവിട്ടി കൊണ്ടുപോവുകയും ചെയ്യാം. നമുക്കത് ചവിട്ടാനും കഴിയും. ചവിട്ടാനൊരു ബുദ്ധിമുട്ടില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമുക്കിനിപ്പോൾ എവിടെയെങ്കിലും എൻജിൻ എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ അടിക്കണ്ട, നമുക്കിത് ചവിട്ടിയിട്ട് പോകാൻ കഴിയുന്നതാണ്. വളരെ വ്യക്തമായിട്ട് റിവ്യൂ ചെയ്യാനൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നെക്കൊണ്ടാവുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ പോരാത്തതിന് ഒരു ബെല്ല് കൊടുത്തിട്ടുണ്ട്, ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ 1-2 വയർ നമ്മളിവിടെ കൊടുക്കാനുണ്ട്. നമ്മളെ ഓഫിൻ്റെ സ്വിച്ചും കാര്യങ്ങളാണ്. ഞാൻ അതിവിടെ തൽക്കാലം കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എവിടെയെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്യണം. സൈക്കിള് ചവിട്ടുമ്പോൾ നമുക്കിങ്ങനെ ചവിട്ടാനും കഴിയും.
അതുപോലെ തന്നെ നമുക്ക് എൻജിനായിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനും കഴിയും. ഞാൻ ഇത് പെടല ചവിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ഒരു ചെറിയ പൈപ്പ് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പെടല ചവിട്ടാനുള്ള രീതിയിലാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കിവിടെ സൈലൻസർ തട്ടുമായിരുന്നു, അപ്പോൾ സൈലൻസർ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ ഒരു ചെറിയ പട്ട കൂടുതൽ എക്സ്ട്രാ ഫിറ്റ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത്. നമ്മളെ സാധാ സൈക്കിളിലെ ചെയിനും കാര്യങ്ങളാണിത്, ഫ്രീ വീലും കാര്യങ്ങളൊക്കെയാണ്. അതിന് അപ്പുറത്ത് നമ്മൾ TVSൻ്റെ തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ പട്ട ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതിൻ്റെ അടിയിൽ 2 ചെറിയ പട്ട കൊടുത്തിട്ടുണ്ട്, വീതി കുറഞ്ഞ പട്ട. ഈ 2 പട്ട കൊടുത്തിട്ടുണ്ട്. അതിന് ഒരു സപ്പോർട്ടിങ് ഇങ്ങനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു പട്ടയും കൊടുത്തിട്ടുണ്ട്. നമുക്കിത് വളരെ ചെറിയ കോസ്റ്റിൽ നമുക്കിത് ചെയ്തെടുക്കാൻ കഴിയും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ കോസ്റ്റും കാര്യങ്ങളൊന്നും ആയിട്ടില്ല. എനിക്കാകെ ആയിട്ടുള്ളത് ഈ എൻജിന് ആകെ 2500 രൂപയാണ് എനിക്ക് പൊളി മാർക്കറ്റിൽ നിന്ന് ഈ എൻജിന് കിട്ടിയത്. നിങ്ങളൊക്കെ ഇനി പേഴ്സി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിലും കുറഞ്ഞ് കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ അതുപോലെ മറ്റുള്ള ചില്ലറ പണികളെ നമ്മൾ ഇതൊന്നും ചെയ്തിട്ടുള്ളൂ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരുപാട് പണം നമ്മൾ ഇതൊന്നും ചിലവാക്കിയിട്ടില്ല. വളരെ നല്ല രീതിയിൽ നമുക്ക് ഈ പെട്രോളിന് വില കൂടിയ സമയത്ത് നമുക്കത് ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ കഴിയും. പിന്നെ ഇത് CC കുറഞ്ഞ എൻജിനാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് വരുന്നില്ല, നമുക്ക് RDOൻ്റെ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും വരുന്നില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മളിത് കിക്കർ സ്റ്റാർട്ടിംഗ് ആണ്. പിന്നെ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ സ്വിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നുണ്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടി കാണിക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ വരുന്ന നേരം ബൈ.